ഹലോ. ഇത് ഞങ്ങളുടെ നേപ്പാൾ യാത്രയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ഗാന്തൂർ വില്ലേജിലോട്ടാണ് ഈ യാത്ര. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്തിയപ്പോൾ തന്നെ കഴുതക്കുട്ടന്മാരെയൊക്കെ വെൽക്കം ചെയ്തിട്ട് നേരെ ഗാന്തൂർ വില്ലേജിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഏകദേശം ഒരു 5 മണിയോടെ ആയി നമ്മളവിടെ എത്താൻ ഗാന്തൂർ വില്ലേജിൽ. അവിടെ എത്തി റൂമൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു 1000 നേപ്പാളിയോടായി ഒരാൾക്ക്. അങ്ങനെ രാത്രി അടിച്ച് പൊളിച്ച് ഇച്ചിരി ചില്ലായിട്ടൊക്കെ ഇരുന്നിട്ട് രാവിലെ ഏർലി മോർണിംഗ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8-8:30 ആയി. ഇറങ്ങി വെളിയിലത്തെ വ്യൂ പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവിടെ മൗണ്ട് എവറസ്റ്റൊക്കെ നമുക്ക് ഗാന്തോർഗിൽ നിന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആവേശം കൂടുന്നത് അതിൻ്റെ അടുത്തെത്തണമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സംഭവം ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി എന്താ പറയുക, അവിടുത്തെ ഫുള്ള് ആ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ തനി നാടൻ വില്ലേജ്. കല്ലുകൊണ്ടുള്ള എല്ലാ കെട്ടുകളും തറയോടുകളായാലും എല്ലാം പാറക്കല്ലുകൾ കൊണ്ടുള്ള പരിപാടി. അതേപോലെ തന്നെ അവരുടെ കൃഷികൾ എല്ലാം അടിപൊളി. ആൾമോസ്റ്റ് നമ്മൾ വില്ലേജ് ഫുള്ള് കവർ ചെയ്ത്. അപ്പം ഇനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മെയിൻ ട്രക്കിംഗ് റൂട്ടിലോട്ട് കയറാൻ. നമ്മൾ ആദ്യമേ തന്നെ ABC അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകുന്ന വഴി ഇതാണെന്നുള്ള സൈൻ ബോർഡ് കാണുന്നത് ഫസ്റ്റാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഡിഫറൻസാണ്. എന്നുവെച്ചാൽ വേറെ ലോകത്ത് ചെന്ന പോലെ. പിന്നെ നല്ല അട്ടകടിയുണ്ട്, അതും കൂടെ സൂക്ഷിച്ച് വേണം നടക്കാൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെറിയ ചെറിയ വില്ലേജുകളിലെത്തുമ്പോൾ നല്ല ക്യൂട്ട് പിള്ളേർ, എന്ത് രസമെന്നറിയോ. പിന്നെ അവരുമായിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് കളിച്ച് സമയം പോകുന്നൊന്നും അറിയത്തില്ല. പിന്നെ എന്ത് വ്യൂ ആണെന്നറിയോ. വ്യൂ ഒക്കെ കാണുമ്പം എല്ലായിടെ നിന്ന് ചറപറ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും എല്ലാം എന്താണ് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഫോണെടുപ്പോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറി കുറേ അങ്ങോട്ട് ആ ഒരു ഏരിയ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ കാട്ടിലോട്ട് നമ്മൾ ഇറങ്ങി പിന്നീടാണ് അറിയുന്നത് നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാൻ ഇനിയുള്ള ഓപ്ഷനൊന്നുമില്ല. കിലോമീറ്റർ കിടന്നാലേ ഇനി എന്തെങ്കിലും കിട്ടത്തുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുമായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല സ്പോട്ട് പിടിച്ച് ഫുഡ് ഉണ്ടാക്കി ഇനിയൊരു ചെറിയ റെസ്റ്റിംഗ് എടുത്തിട്ട് അടുത്ത പാട്ടിൽ കാണാം. സീ യു.